ഇറാനെ ലക്ഷ്യമിട്ട അമേരിക്കയും യുദ്ധമുഖത്തേക്കോ? ഇറാൻ ഇസ്രായേൽ ഏറ്റുമുട്ടലിൽ അമേരിക്കയും ഭാഗമാകുമോ എന്ന ഉദ്വേഗത്തിലാണ് ലോകം. അമേരിക്കൻ യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും പശ്ചിമേഷ്യ കേന്ദ്രീകരിച്ചു കഴിഞ്ഞു. 6ാം ദിനവും ഇസ്രായേലും ഇറാനും ശക്തമായ ഏറ്റുമുട്ടൽ തുടരുകയാണ്. വി ആർ കാർത്തിക് ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. കാർത്തിക്, ഇവിടെ ഏറ്റവും ആശങ്കപ്പെടുത്തുന്നത് അമേരിക്കയുടെ നീക്കം തന്നെയാണ്. അമേരിക്ക പരസ്യമായി ഇത്തരത്തിൽ ഇറാന് പിന്തുണ പ്രഖ്യാപിക്കുന്നതിനൊപ്പം അല്ലെങ്കിൽ സഹായങ്ങൾ നൽകുന്നതിനപ്പുറം ഈ യുദ്ധമുഖത്തേക്ക് നേരിട്ട് ഇറങ്ങുക എന്ന് പറയുമ്പോൾ അത് വലിയ യുദ്ധത്തിലേക്കല്ലേ കൊണ്ടെത്തിക്കുക കാര്യങ്ങൾ? എത്രത്തോളം ആശങ്കാജനകമാണ് നിലവിലത്തെ സാഹചര്യം? തീർച്ചയായും ആര്യ, ആശങ്കാജനകമാണ് നിലവിലെ സാഹചര്യങ്ങൾ. ഇറാൻ ഇസ്രായേൽ ഏറ്റുമുട്ടലിൽ അമേരിക്കയും പങ്കാളിയാകുന്നു എന്നതാണ് ഏറ്റവും നിർണായകം. കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ ട്രൂത്ത് സോഷ്യലിലൂടെ പങ്കുവച്ച പോസ്റ്റാണ് നിലവിലെ സാഹചര്യങ്ങൾ കൂടുതൽ വഷളാകുന്നു എന്ന സന്ദേശം നൽകുന്നത്. നിരുപാധികം ഇറാൻ കീഴടങ്ങണം എന്നൊരു സന്ദേശമാണ് അദ്ദേഹം ട്രൂത്ത് സോഷ്യലിലൂടെ പങ്കുവച്ചത്. മാത്രമല്ല, ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയെ അദ്ദേഹം എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്ന് അറിയാം. അദ്ദേഹം ഒളിച്ചിരിക്കുന്ന സ്ഥലം അറിയാമെങ്കിലും ഈ ഘട്ടത്തിൽ അദ്ദേഹത്തെ ആക്രമിക്കുകയോ കൊലപ്പെടുത്തുകയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുകൂടി അദ്ദേഹം ഈ ട്രൂത്ത് സോഷ്യലിൽ പറഞ്ഞു വെച്ചിരുന്നു. എന്നാൽ ഖമനേയിയുടെ പ്രതികരണം അല്പം മുമ്പ് വന്നിട്ടുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അദ്ദേഹം ഹിബ്രു ഭാഷയിൽ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച പ്രതികരണത്തിൽ വ്യക്തമാക്കുന്നത് സയനിസ്റ്റുകളോട് സന്ധി ചെയ്യാൻ ഇല്ല എന്നും പോരാട്ടം തുടരും എന്നാണ്. അതായത് നിലവിൽ ഏതെങ്കിലും തരത്തിലുള്ള സമാധാന ചർച്ചകളിലേക്കുള്ള ശ്രമങ്ങൾ അത് ഇപ്പോൾ ഫലം കാണില്ല എന്ന സൂചനകളാണ് ഇരുവശത്തു നിന്നുമുള്ള പ്രതികരണങ്ങളിൽ വരുന്നത്. പ്രധാനമായും G7 ഉച്ചകോടിയിൽ നിന്ന് ട്രംപ് മടങ്ങി വൈറ്റ് ഹൗസിലെത്തിയ ഉടനെ തന്നെ സിറ്റുവേഷൻ റൂമിൽ നിലവിലെ സാഹചര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. സുരക്ഷാ സമിതിയാണ് യോഗം ചേർന്നത്. ഈ സുരക്ഷാ സമിതി യോഗത്തിൽ പ്രധാനമായും ചർച്ചയായത് ഇറാൻ ഇസ്രായേൽ ഏറ്റുമുട്ടൽ തന്നെയാണ്. നേരത്തെ തന്നെ ഇസ്രായേൽ അമേരിക്കയോട് ചില സഹായങ്ങൾ അഭ്യർത്ഥിച്ചിരുന്നു. സ്വാഭാവികമായും വൈറ്റ് ഹൗസിലെ ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞിട്ടുണ്ടാവുക ഫോർദോ ആണവ നിലയം ആക്രമിക്കുന്നത് സംബന്ധിച്ച കാര്യങ്ങളായിരിക്കും. ഈ ഫോർദോ ആണവ നിലയം ഇറാനിലെ മറ്റ് ആണവ നിലയങ്ങളെ അപേക്ഷിച്ച് തികച്ചും വ്യത്യസ്തമാണ്. നദാൻസ് പോലെയല്ല. പർവ്വതങ്ങൾക്കുള്ളിൽ ഭൂഗർഭ അറകളിലാണ് ഈ നിലയം ഉള്ളത്. ഇത്തരത്തിൽ പർവ്വതങ്ങൾ തുരന്ന് ഈ ഭൂഗർഭ അറകളിലെത്തി സ്ഫോടനം നടത്തണമെങ്കിൽ ബസ്റ്റർ ബങ്കർ മിസൈലുകൾ അടക്കം വേണം. നിലവിൽ ഇത്തരത്തിലുള്ള ബസ്റ്റർ ബങ്കർ മിസൈലുകളോ അത് വഹിക്കാൻ ശേഷിയുള്ള വിമാനങ്ങളോ യു എസിൻ്റെ പക്കൽ മാത്രമാണുള്ളത്. ഇസ്രായേലിൻ്റെ കയ്യിൽ അത്തരം സംവിധാനങ്ങൾ ഇല്ല. സ്വാഭാവികമായും അവിടെയാണ് 60 മുതൽ 90% വരെ യുറേനിയം സമ്പുഷ്ടീകരണം നടക്കുന്ന വലിയ സെൻട്രൽ ഫ്യൂജുകൾ ഉള്ളത്. നദാൻസിനേക്കാൾ ശേഷിയുള്ള ഒരു ആണവ നിലയമാണ് ഫോർദോയിലേത്. ഫോർദോയെ സംബന്ധിച്ച് നേരത്തെ തന്നെ അന്താരാഷ്ട്ര അറ്റോമിക് എനർജി ഏജൻസി ഇത് സംബന്ധിച്ച വിവരങ്ങൾ കൈമാറുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ ഫോർദോയിലെ ആക്രമണത്തിന് അമേരിക്ക ലക്ഷ്യമിട്ട് നീങ്ങുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. 6ാം ദിവസവും ഏറ്റുമുട്ടലിൽ വളരെ ശക്തമായ ആക്രമണം തന്നെയാണ് ടെല്ലവീവിലും തിരിച്ച് തെഹ്റാനിലെയും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി തെഹ്റാനിൽ ശക്തമായ സ്ഫോടനങ്ങൾ ഉണ്ടായി. പല സ്ഥലത്തും കേന്ദ്രീകരിച്ച ഇസ്രായേൽ ആക്രമണം തുടർന്നു. അതിൽ ഏറ്റവും പ്രധാനം ടെഹ്റാനിലെ കൊച്ചീർ മിസൈൽ കേന്ദ്രം ഇന്നലെ ഇസ്രായേൽ ആക്രമിച്ചു എന്നതാണ്. അത് ലക്ഷ്യമാക്കിയായിരുന്നു ഇസ്രായേലിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ആക്രമണം. കിഴക്കൻ തെഹ്റാനിലെ ഇമാം ഹുസൈൻ യൂണിവേഴ്സിറ്റിയിലും ഇസ്രായേൽ ആക്രമണം നടത്തി എന്ന വാർത്തകൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വരുന്നുണ്ട്. തിരിച്ച് ഇറാൻ ടെല്ലവീവിലും ശക്തമായ ആക്രമണം തന്നെ നടത്തിയിരിക്കുന്നു. ഫത്ത 1 മിസൈലുകൾ ഇറാൻ പ്രയോഗിച്ചു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇത് ഹൈപ്പർസോണിക് മിസൈലുകളാണ്. ഏതാണ്ട് 400 സെക്കൻഡുകൾ കൊണ്ട് തന്നെ തെഹ്റാനിൽ നിന്ന് ടെല്ലവീവിലേക്ക് എത്താൻ ശേഷിയുള്ള തരത്തിലുള്ള ഹൈപ്പർസോണിക് മിസൈലുകളാണിവ. ഇത്തരത്തിൽ പരസ്പരം ഏറ്റുമുട്ടൽ വളരെ ശക്തമായി തുടരുന്നു എന്നതാണ് നിലവിലെ സാഹചര്യം. യാതൊരു തരത്തിലുള്ള സന്ധി സംഭാഷണങ്ങൾക്കുള്ള സാധ്യതയും നിലവിൽ ഇല്ല. പക്ഷേ യൂറോപ്യൻ യൂണിയനും UAE അടക്കമുള്ള രാജ്യങ്ങൾ ഈ ഘട്ടത്തിലും ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇറാൻ പ്രസിഡന്റുമായി കഴിഞ്ഞ ദിവസം UAE ഭരണാധികാരി സംസാരിച്ചു എന്ന വിവരങ്ങൾ അല്പം മുമ്പ് ടൈംസ് ഓഫ് ഇസ്രായേൽ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും എന്തെങ്കിലും തരത്തിലുള്ള മസ്തിഷ്ക ഇടപെടലുകൾ ഫലം കാണുമോ എന്നാണ് വരും മണിക്കൂറുകളിൽ അറിയേണ്ടത്. എന്തായാലും അമേരിക്കയുടെ കൂടുതൽ യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുകളുമൊക്കെ പശ്ചിമേഷ്യ കേന്ദ്രീകരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അതിലേറ്റവും പ്രധാനം 30ഓളം റീഫില്ലിംഗ് വിമാനങ്ങൾ, അത് ആകാശത്ത് വെച്ച് തന്നെ മറ്റ് വിമാനങ്ങൾ റീഫ്യൂവൽ ചെയ്യാൻ ശേഷിയുള്ള വിമാനങ്ങളാണ്. അത്തരത്തിലുള്ള അത്യാധുനിക വിമാനങ്ങൾ കൂടി അമേരിക്ക F-16 അടക്കമുള്ള അത്യാധുനിക വിമാനങ്ങൾ കൂടി ഈ പശ്ചിമേഷ്യ കേന്ദ്രീകരിച്ച് എത്തിച്ചിരിക്കുന്നു എന്നതും ആശങ്കാജനകമായ സാഹചര്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും നിലവിൽ ഇന്നലെ ട്രംപ് മുന്നോട്ട് വെച്ച അന്ത്യശാസനം ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി തള്ളിയിരിക്കുന്നു. സ്വാഭാവികമായും വരും മണിക്കൂറുകളിൽ ഏറ്റുമുട്ടൽ ശക്തമാകാനാണ് സാധ്യത. അതായത് തന്ത്രപരമായ ഒരു വഴങ്ങിക്കൊടുക്കലിന് അതിന് ഇനിയും ഖമനേയി തയ്യാറാകില്ല, ഇറാൻ കീഴടങ്ങില്ല എന്നത് തന്നെ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് ഇറാൻ. അങ്ങനെയാണോ?
യെസ്, വി ആർ കാർത്തിക്കിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. വി ആർ കാർത്തിക്കാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണ് എന്നതാണ് സാഹചര്യം. ഇറാനെ ലക്ഷ്യമിട്ട് അമേരിക്കയും യുദ്ധമുഖത്തേക്ക് എത്തുന്നു എന്ന സൂചനകൾ നമുക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ഇതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുമോ എന്നതാണ് ലോകത്തെ സംബന്ധിച്ച് ഏറെ ആശങ്കാജനകമായ സാഹചര്യം. ഇറാൻ ഇസ്രായേൽ ഏറ്റുമുട്ടലിൽ അമേരിക്കയും ഭാഗമാകുന്നു എന്നുള്ള ഉദ്വേഗത്തിൽ നമ്മൾ നിൽക്കുമ്പോഴാണ് അമേരിക്കൻ യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും പശ്ചിമേഷ്യ കേന്ദ്രീകരിച്ച് കഴിഞ്ഞു എന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നത്. വി ആർ കാർത്തിക്കുണ്ട്. കാർത്തിക്, ഞാൻ നേരത്തെ ചോദിച്ചത്, അതായത് തന്ത്രപരമായ ഒരു വഴങ്ങിക്കൊടുക്കലിനപ്പോൾ ഖമേനി ഇനി തയ്യാറാകില്ല എന്നതാണോ? അങ്ങനെയെങ്കിൽ വലിയ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങില്ലേ? സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത് അങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം വളരെ ശക്തമായ ഭാഷയിലാണ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു താക്കീത് ഉണ്ടായത്. ആ മുന്നറിയിപ്പ് പോലും അവഗണിക്കുന്നു എന്ന തരത്തിലാണ് ഇറാന്റെ പരമോന്നത നേതാവിന്റെ പ്രതികരണം. സയനിസ്റ്റുകളോട് സന്ധി ചെയ്യാനില്ല എന്നാണ് അദ്ദേഹം ഹിബ്രു ഭാഷയിൽ വ്യക്തമാക്കുന്നത്. പോരാട്ടം ശക്തമായി തുടരുക തന്നെ ചെയ്യും എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. മാത്രമല്ല, നേരത്തെ നയതന്ത്ര ഇടപെടലുമായി ബന്ധപ്പെട്ട് സന്ധി സംഭാഷണങ്ങളിൽ മുന്നോട്ട് വന്ന മറ്റ് രാജ്യങ്ങളോടും ഇറാന്റെ വിദേശകാര്യമന്ത്രി അടക്കം വ്യക്തമാക്കിയത് ഇത്തരത്തിൽ ഒരു വശത്ത് ആക്രമണവും മറുവശത്ത് ചർച്ചയും അത് പ്രായോഗികമല്ല, അതിൽ സന്ധി ചെയ്യാൻ ഇല്ല എന്ന് അവർ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നിലവിലെ സ്ഥിതി കൂടുതൽ ആശങ്കാജനകമാകുന്നതും. സ്വാഭാവികമായും അമേരിക്കയുടെ ഈ ഘട്ടത്തിലുള്ള ഇടപെടൽ ഏറെ നിർണായകമാകും. G7 ഉച്ചകോടിക്ക് ശേഷം മടങ്ങിയ ട്രംപ് വൈറ്റ് ഹൗസിൽ ഇത്തരത്തിൽ ചർച്ചകൾ നടത്തി. പക്ഷേ അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ US സെക്യൂരിറ്റി കൗൺസിൽ യോഗത്തിൽ ലഭിച്ചില്ല എന്ന വിവരങ്ങളും ചില വിദേശ മാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഏതായാലും അത്തരത്തിൽ ഒരു പിന്തുണ കൂടി ലഭിച്ചാൽ ഒരുപക്ഷെ അമേരിക്കയും ശക്തമായ ആക്രമണത്തിന് മുതിരും എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അത്തരത്തിൽ കാർത്തിക്, ഒരു ഭീഷണി സ്വരം ഇപ്പോൾ ട്രംപ് ഉയർത്തിയ സാഹചര്യത്തിൽ ലോകരാജ്യങ്ങൾ, മറ്റു രാജ്യങ്ങളൊക്കെ ഈ വിഷയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഏത് തരത്തിൽ ഇടപെടാനാണ് അവർ ആഗ്രഹിക്കുന്നത്? ഇപ്പോൾ റഷ്യയൊക്കെ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണ് എന്ന തരത്തിലൊക്കെ മുന്നോട്ട് വന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലോ. എങ്ങനെയായിരിക്കും മറ്റ് ലോകരാജ്യങ്ങളുടെ ഇടപെടൽ? സ്വാഭാവികമായും എല്ലാവരും പ്രതീക്ഷ വച്ചിരുന്നത് കഴിഞ്ഞ ദിവസത്തെ G7 ഉച്ചകോടിയിലാണ്. എന്നാൽ G7 ഉച്ചകോടിയിൽ ഭൂരിഭാഗം നേതാക്കളും ഇസ്രയേലിന് പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട് എന്ന തരത്തിലുള്ള പ്രതികരണമാണ് മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ നിലവിലെ സ്ഥിതികൾ കൂടുതൽ രൂക്ഷമാകും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. അവരെല്ലാം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, ഇറാന് ആണവായുധം നിർമ്മിക്കാൻ അവകാശമില്ല, അതിന് കഴിയില്ല. ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നതാണ് വിദേശ രാജ്യങ്ങളടക്കം വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ചൈന ഒഴികെയുള്ള മറ്റ് രാജ്യങ്ങൾ ഇറാൻ ഇത്തരത്തിൽ അണവായുധം സ്വന്തമാക്കുന്നതിനെതിരെ നേരത്തെ തന്നെ ശക്തമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു. ചൈന പല ഘട്ടങ്ങളിലും ഇത്തരത്തിൽ ഇറാന്റെ പരമോന്നത നേതാവുമായി ചൈനയുടെ ഭരണാധികാരി അടക്കം ചർച്ച നടത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ടോ ചൈന എന്ന കാര്യത്തിലടക്കം സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. പക്ഷേ ആ രാജ്യത്തിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലടക്കം ഇത്തരത്തിൽ ചൈനീസ് സഹായത്തോടെയുള്ള കാർഗോ വിമാനങ്ങൾ ഇറാന്റെ തലസ്ഥാനമായ തെഹ്റാനിൽ ഇറങ്ങി എന്ന തരത്തിലൊക്കെ 2 ദിവസം മുമ്പ് വാർത്തകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ അതടക്കമുള്ള കാര്യങ്ങളിലെല്ലാം സ്ഥിരീകരണം വരേണ്ടതുണ്ട്. എന്തായാലും G7 ഉച്ചകോടിയിൽ ഇസ്രയേലിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന തരത്തിലുള്ള സമീപനമാണ് വിവിധ രാഷ്ട്രത്തലവന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും റഷ്യ അടക്കമുള്ളവർ ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തി രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. എന്തായാലും യൂറോപ്യൻ യൂണിയനിലും അതോടൊപ്പം തന്നെ അവരുടെ ഇടപെടലും UAE-യുടെ ഇടപെടലുമാണ് ഈ ഘട്ടത്തിൽ പ്രതീക്ഷ നൽകുന്ന ഏക കാര്യം. ഇറാൻ പ്രസിഡന്റുമായി ഇന്നലെ UAE-യുടെ ഭരണാധികാരി സംസാരിച്ചു. സ്വാഭാവികമായും നിലവിലെ സാഹചര്യങ്ങളിൽ വരും ദിവസങ്ങളിലെങ്കിലും ഒരു നെഗോഷിയേഷനിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നതും. ആര്യ.